Mark your attendance. Recording on. Mark your attendance. Angel, എന്ത് പറയുന്നു? സുഖം. Okay, Hannah Rose, what about you? എല്ലാവരും നോട്ട്സിന്റെ കാര്യത്തിൽ വളരെ മിടുക്കരായ പിള്ളേരാണ് അല്ലേ? അല്ലേ? Okay, okay, good. Okay. Today we are going to take our new chapter, 5th chapter, Understanding Elementary Shapes. Okay, 5th chapter. നമ്മൾക്ക് എക്സാമിന്റെ ടൈമിൽ വെക്കേണ്ട 7 chapters കംപ്ലീറ്റ് ചെയ്യണം. 4 and 5 chapters are very easy. So ഞാൻ അത് കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ ചാപ്റ്റർ കുറച്ച് സമയം കൂടുതൽ നമുക്ക് എടുക്കും. നമ്മൾ 4ഉം 5ഉം കുറച്ച് സ്പീഡിൽ പോയി അതിനുശേഷം നമ്മൾക്ക് പാഠങ്ങൾ തീർത്ത ശേഷം റിവിഷനും ക്ലാസ് ടെസ്റ്റും നടത്തണം. ഓക്കെ, സോ ഇന്ന് ഞങ്ങൾ മിസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് അത് കൺഫേം ചെയ്യുക, ഉറപ്പാക്കുക. അതിന് മുമ്പ് മിസ് പാഠം എടുത്ത് പോവുകയാണ് കേട്ടല്ലോ. 6ഉം 7ഉം കൂടെ നമുക്ക് തീരണം. അത് തീർത്ത ശേഷം നമ്മൾ റിവിഷൻ വന്ന് ക്ലാസ് ടെസ്റ്റും ഒക്കെ ഇടും. റെഡി? ഓക്കെ, ദെൻ ഓൾ ഓഫ് യു മാർക്ക് അറ്റൻഡൻസ്. ഓക്കെ, 10 ബാക്കി റിമൈനിങ് 4 ഉറങ്ങി എണീറ്റില്ലേ? Can you see this? Can you see this? Edwin? Yes. Good. Avani? Can you see this PDF? Avani Sandosh. Okay, good. Sit properly. രാവിലെ അല്ലേ നമ്മൾ എടുക്കുന്ന സ്മാർട്ട് ആയിട്ട് ഇരുന്നേ. ഓക്കെ, ഗുഡ്. ദെൻ ദർ ഇസ് എ ഹാപ്പി ന്യൂസ്. നമ്മുടെ ജൂലൈയിലെ ബെസ്റ്റ് പെർഫോമർ 6th സ്റ്റാൻഡേർഡിലെ ആവണി സന്തോഷിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയണോ? തുടക്കത്തില് അവള് മിസ് പല പ്രാവശ്യം വിളിച്ച ശേഷം ക്ലാസ് നോട്ട് ചെയ്യാനും അറ്റൻഡൻസ് ക്ലാസ് കയറാനും ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ സ്മാർട്ടാണ്, നല്ലോണം കാര്യങ്ങളെല്ലാം ചെയ്ത് നന്നായിട്ട് ചെയ്തയക്കുന്നുണ്ട്. ഓക്കെ ആവണി, കൺഗ്രാജുലേഷൻസ്. സർ താങ്ക് യു. ഓക്കെ, ക്യാൻ യു ഹിയർ മീ പ്രോപ്പർലി? ഓക്കെ, ഗുഡ്. ലിസൺ. മക്കളെ, നോട്ട് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ നോട്ടിൽ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം കേട്ടല്ലോ. ഓക്കെ, ചാപ്റ്റർ 5 അണ്ടർസ്റ്റാൻഡിങ് എലിമെന്ററി ഷേപ്സ്. വാട്ട് ഇസ് ദിസ്? അണ്ടർസ്റ്റാൻഡിങ് എലിമെന്ററി ഷേപ്സ്. ഓക്കെ, ഷേപ്പ് we already studied in the last class about line segment, ray. Okay, then in this chapter we are measuring these line segments. What are we doing? Okay, measuring line segments. Last class we learned about line segments, line, ray, isn't it? In this chapter we are measuring it. Measuring means അളക്കുന്നു, അതിന്റെ ലെങ്ത് നമ്മൾ അളക്കുകയാണ്, മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, in order to measure the length of line segments, there are 3 methods. There are 3 methods for measuring line segments. There are 3 methods. First one is a line segment is a fixed portion of a line. അല്ലേ, ലൈൻ സെഗ്മെന്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിഞ്ഞൂടെ? ലെങ്ത് ഈസ് യൂസ് ടു കമ്പയർ ലൈൻ സെഗ്മെന്റ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലെങ്ത് തന്നെയാണ്. സാധാരണ നമ്മൾ ലെങ്ത് അല്ലേ ഉപയോഗിക്കുന്നത്, മീറ്ററിന്റെ ഒക്കെ ലെങ്ത് ആണ്. ഇവിടെയും ലൈൻ സെഗ്മെന്റിന്റെ കേസിലും ലെങ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എ ലൈൻ സെഗ്മെന്റ് ഈസ് എ ഫിക്സഡ് പോർഷൻ ഓഫ് എ ലൈൻ. ലെങ്ത് ഈസ് യൂസ്ഡ് ടു കമ്പയർ ലൈൻ സെഗ്മെന്റ്സ്. ഓക്കെ, ദെൻ there are 3 methods to compare. There are 3 methods to compare line segment. First one is comparison by observation. First one is comparison by observation. Okay, but by just looking at a line, that is observation. By just looking at the line, but it is not quite obvious. What is the demerit of this method?
That is not clear. One person may say it is only 5 centimeter. Line segment AB only 5 centimeter. But another person may say it is 5.1. That is a demerit. It is not clear. It is not accurate. Okay. Just looking one line segment, we can say yes, it is 6 centimeter length. This line segment AB has 6 centimeter length. But another person may can say what? No, this is 6.1. This line segment AB is 6.1. So answer is not correct. We want accurate measure. So this method has its own demerits. Then second one, comparison by tracing. Comparison by tracing. Okay. Using tracing paper to measure the length of the line segment, this depends upon accuracy. More than that, it is difficult to trace the length every time. Second method is comparison by tracing. What is mean tracing? Using tracing paper. Tracing paper ഒരു നമ്മൾ ചിത്രത്തിന്റെ മുകളിൽ ഒരു വൈറ്റ് കളർ നല്ല തിന്നായ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ടില്ല, ചൈന പേപ്പർ എന്ന് അതിനൊരു പേരുണ്ട് അല്ലേ ആവണി അല്ലേ ഉണ്ട്. ആ പേപ്പർ വെച്ചിട്ട് ഓരോ ലൈൻ സെഗ്മെന്റിന്റെയും ലെങ്ത് നമ്മൾ മെഷർ ചെയ്തിട്ട് നോക്കിക്കേ. ദിസ് മെത്തേഡ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിമെറിറ്റ്. എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ അക്യുറസി. അതിന്റെ അക്യുറസി എപ്പോഴും കൃത്യമാവണം എന്നില്ല. മോർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രേസ് ദ ലെങ്ത് എവറി ടൈം. ഓരോ പ്രാവശ്യം വേണ്ടി വരുമ്പോഴും ലൈൻ സെഗ്മെന്റ് എടുത്ത് ട്രേസ് പേപ്പർ എടുത്ത് അതിന്റെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു. ഓക്കെ. ദെൻ തേർഡ്, ഇവിടെ മിസ് തേർഡ് എന്ന് എഴുതുന്നത് ഇതല്ല കേട്ടോ, ഇതാണ് തേർഡാണ് കേട്ടോ, അത് നമ്പർ മാറിപ്പോയതാണ്. നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. ഓക്കെ. ദെൻ കമ്പാരിസൺ യൂസിങ് റൂളർ ആൻഡ് ഡിവൈഡർ. റൂളർ ആൻഡ് ഡിവൈഡർ എന്താ മക്കളെ? റൂളർ സ്കെയില്, ദെൻ ഡിവൈഡർ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഒരു ഇൻസ്ട്രുമെന്റ്സ് ബോക്സ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞിരുന്നു. ഗുഡ്. ആ ഡിവൈഡർ എടുത്തേ, ഡിവൈഡർ എടുത്ത്. അത് ആവണി സന്തോഷിന്റെ കയ്യിലുണ്ട് ഡിവൈഡർ. ഷോ ആവണി സന്തോഷ്, ദാറ്റ് ഈസ് ദ ഡിവൈഡർ. ഓക്കെ. അപ്പം റൂളർ മീൻസ് സ്കെയില്, then divider. How can we use this? Okay. Then നമുക്കൊരു ലൈൻ സെഗ്മെന്റ്, ഈ നമുക്കിങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡറിനെ എടുത്തിട്ട് കൃത്യം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് 0, ദാറ്റ് സീറോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെക്കുക. 0 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെക്കുക. എന്നിട്ട് അതിന്റെ ഈ ലൈൻ സെഗ്മെന്റ് ലാസ്റ്റ് എൻഡ് എവിടാന്ന് നോക്കുക. ഓക്കെ. നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്, ഇത് ചെയ്തതാണ് നിങ്ങളൊക്കെ അല്ലേ, നേരത്തെ ക്ലാസ്സുകളിൽ ചെയ്തതാണ്. അപ്പോൾ എത്ര ലൈൻ സെഗ്മെന്റ് നമുക്ക് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്, ബട്ട് ദർ ഈസ് ഓൾസോ വൺ പ്രോബ്ലം. ദാറ്റ് അത് നമ്മുടെ എന്താണ് പറയേണ്ടത് അതിന്? അങ്ങനെ ചെയ്യുമ്പോൾ പൊസിഷനിങ് ഇറർസ് മേ ഹാപ്പൻ. ഓക്കെ. പൊസിഷൻ എന്നാൽ നമ്മൾ വെച്ചിട്ട് നോക്കുന്ന ആംഗിൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. ഓക്കെ. അപ്പം അതും കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നോർമലി വി യൂസ് ദിസ് മെത്തേഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അക്യുറേറ്റ്. അതും അക്യുറേറ്റ് അല്ല. പൊസിഷനിങ് എറർ വരും. കണ്ണിന്റെ പ്രശ്നം കൊണ്ട്, നമ്മൾ നോക്കുന്നതിന്റെ പ്രശ്നം കൊണ്ട് അതിനും പൊസിഷനിൽ എറർ വരാൻ സംഭവിക്കുന്നുണ്ട്. ബട്ട് ലാസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് യൂസിങ് ഡിവൈഡർ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ. ഡിവൈഡർ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് മെത്തേഡായി വരുന്നത്. മനസ്സിലായി? ഡിവൈഡർ എന്ത് ചെയ്യണം? ആ ഡിവൈഡറിനെ നമ്മൾ കൃത്യമായി ലൈൻ സെഗ്മെന്റിന്റെ എത്രയും നീളമുണ്ടോ അത്രയും നീളത്തിലേക്ക് ഫസ്റ്റ് എൻഡിലും ലാസ്റ്റ് എൻഡിലും ഡിവൈഡ് വെച്ച് നോക്കുക. ഓക്കെ. ദെൻ ടേക്ക് ദാറ്റ് മെഷർമെന്റ് ആൻഡ് യൂസ് സ്കെയിൽ. യു ക്യാൻ യൂസ് ടേക്ക് ദ മെഷർമെന്റ്. ദാറ്റ് ഈസ് വെരി കറക്റ്റ്. ഓക്കെ. അക്യുറേറ്റ് ആണ്. That is accurate. The best way to measure length of line segment is using divider. Understand? Clear? The best way to measure length of line segments is using divider. Divider ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഓക്കെ. ദെൻ ഇവിടെ മനസ്സിലാവുന്നത് 1 centimeter is equal to 10 millimeter. സ്കെയിലിലെ 1 centimeter എന്ന് പറഞ്ഞാൽ അതിനെ 10 millimeter ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 2.3 centimeter means 2.3 centimeter means 2 centimeter 3 millimeter. Okay. സ്കെയിലിലെ we know 0 to 1. Okay. There is unit length. That is unit length. This unit length is divided into 10 small parts.
10 small parts. One part is 1 millimeter. One part is 1 millimeter. Okay, so 2.3 centimeter is 2 centimeter 3 millimeter. Line segment ആണെങ്കിൽ 2 ഡിവൈഡർ ഡിവൈഡർ 0 കുത്തണം. നമ്മുടെ ഡിവൈഡർ ലൈൻ സെഗ്മെന്റിന്റെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ഇത് സൂം ക്ലാസ് ആയതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ശരിക്കും ക്ലാസ്സിലാകുമ്പോൾ ഞങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ് വെച്ച് അളന്ന് കാണിക്കാൻ പറ്റും. ചില പരിമിതികളുണ്ടല്ലോ പിന്നെ സൂം ക്ലാസ് എടുക്കുന്ന അതിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമുക്ക് അത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റുമായിരുന്നു. നോ പ്രശ്നമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്കെയിലിലെ 0 വെക്കുക, എന്നിട്ട് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഡിവൈഡർ 2 എൻഡിലുമായിട്ട് വെക്കുക, എന്നിട്ട് അതിനെ സ്കെയിലിൽ കുത്തുക. സ്കെയിലിൽ 0 1 എൻഡും അനദർ എൻഡ് നമ്മൾ സ്കെയിലിൽ ഏത് മെഷർമെന്റ് വരുന്നു അവിടെ, എന്നിട്ട് ആ മെഷർമെന്റ് എഴുതുക. ഇതാണ് ഡിവൈഡർ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം. അപ്പൊ ബെസ്റ്റ് വേ ടു മെഷർ ലെങ്ത് ഓഫ് ലൈൻ സെഗ്മെന്റ് ഈസ് യൂസിങ് ഡിവൈഡർ. ഓക്കെ, ജോസി ഓക്കെ, എഡ്വിനിൽ ഡിവൈഡർ ഉണ്ടോ? ഓക്കെ, ഏഞ്ചൽ ഓക്കെ. ദെൻ the next point is angles. What is that? Angles അല്ലേ? There are mainly 5 type of angles. There are how many types? How many types? How many? 5 types of angles are there. 5 types of angles are there. First one is right angle. First one is right angle. How can we know it is a right angle? Then look at this picture. Okay, if we stand, okay, this is north pole, this is നിങ്ങൾക്ക് ഡയറക്ഷൻസ് ഒക്കെ അറിഞ്ഞൂടെ? ഡയറക്ഷൻ എന്തൊക്കെയാണ്? നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അല്ലേ? നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയുടെ മുകളിൽ വരുന്ന ഭാഗമാണ് ദാറ്റ് പോർഷൻ ഈസ് നോർത്ത് അല്ലേ? നിങ്ങൾ നേരെ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ തലയുടെ മുകളിൽ വരുന്ന ഭാഗമാണ് നോർത്ത്. ഇഫ് വി ടേൺ ക്ലോക്ക് വൈസ് ടു ഇവിടെ നിന്ന് ടു ഈസ്റ്റ്, only one rotation clockwise. Clockwise ഞാൻ മക്കളെ ഉണ്ടോ? ഇവിടെ നിന്നും ഇതാണ് ക്ലോക്ക് വൈസ്. ഓക്കെ, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ക്ലോക്ക് വൈസ് ആൻഡ് ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ദെൻ നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് നമ്മൾ ക്ലോക്ക് വൈസിൽ 1 റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നേരെ നിന്നു ഒരു തവണ നമ്മൾ തിരിയാണെങ്കിൽ ഇത് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇവിടെ ഒരു സ്ക്വയർ ആണ് വേണ്ടത് കേട്ടോ. ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടാണ് ഇത് നിങ്ങൾ ടേൺ ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ സൂചിപ്പിച്ചിരുന്നേ ഉള്ളൂ. ഇവിടെ 90 ഡിഗ്രിയാണ് ആംഗിൾ വേണ്ടത്. നിങ്ങൾ all of you take your textbook. All of you take your textbook. Page number 89. Page number 89. Okay, ready? Okay, page number 89. There is a picture of north, east, then south, west. So north നിന്നും ഈസ്റ്റിലേക്കുള്ള ഫസ്റ്റ് ടേൺ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്കുള്ള ഫസ്റ്റ് ടേൺ അതാണ് റൈറ്റ് ആംഗിൾ. മിസ് പറയുമ്പോൾ തന്നെ പഠിച്ചോളുക, അല്ലെ പിന്നെ കൺഫ്യൂഷൻ വരണ്ട. മിസ് പറയുമ്പോൾ തന്നെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, if you read the chapter or 3 or 4 times, it is very easy for you to understand. Okay, ഒരു 2-3 തവണ വായിച്ചാൽ തന്നെ മതി, അത് ക്ലിയർ ആവും ആ പാഠം. ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, എന്നാലും മിസ് ക്ലാസ് എടുത്ത ശേഷം നിങ്ങൾ 1-2 പ്രാവശ്യം ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം ഈസി ആയിട്ട് മനസ്സിലാവും. നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് ഒരു ടേൺ. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ആ നിൽക്കുക, അത് ജസ്റ്റ് ഇങ്ങോട്ട്, അപ്പൊ ദാറ്റ് ഈസ് 90 ഡിഗ്രി. ദാറ്റ് ഈസ്
90 degree. This angle is right angle. This angle is right angle. And the measurement of right angle is 90 degree. 90 മുകളിൽ ചെറിയൊരു 0 പോലെ വരും. ഓക്കെ, ആ ടെസ്റ്റ് നോക്കി ഇങ്ങനെ 90 degree. Okay. Then again, if she turns east to south, that is second turn from east to south, just this. Okay. Okay. Then again 90 degree. Then again 90 degree. Hey, what are you doing there? മിസ് അങ്ങോട്ടേക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, ഈയിലോട്ട് അങ്ങനെ വരച്ചു തന്നതാ. Okay, no need. Okay, then E to S. ഇതിൽ നിന്നും ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ okay, and next another is 90 degree. That is 90 degree. Then this is also one right angle. Which angle? Which angle? Which angle? Right angle. Then this is right angle. This is also right angle. Okay. Then this two right angle. This is 90. This is 90. The total 180. It has a name. That is straight angle. Okay. This line straight alle. Straight alle. So that is straight angle. 90, 90, 180. 180 വരുമ്പോൾ that is straight angle. Okay, that is straight angle. First one is a right angle, that is 90 degree. And this both two right angle makes one straight angle, that is 180 degree. That is 180 degree. Okay. Now. Okay, straight angle. ഇതുണ്ടോ? N north to east, first right angle, then east to south, next right angle. Two right angle makes one straight angle, and the measurement is 180. 90 plus 90, 180. അടുത്തത് next one is acute angle. That is acute angle. Look, this angle is not 90. This angle is less than 90. Okay, ഇവിടെ വരുന്ന 90 ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ സൈൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ലെസ് ദാൻ 90ക്കാണ് ഇങ്ങനെ ചോദിച്ചിട്ട് പറയുന്നത്. ഇത് ഈ 2000 മുട്ട് നിൽക്കണേ, മിസ് വേഗം ആക്കിയപ്പോൾ അത് ശരിയാവാതെ വന്ന ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, അപ്പം അക്യൂട്ട് ആംഗിൾ മീൻസ് the angle is less than 90 degree. ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് obtuse angle. Obtuse angle, that is greater than 90 degree. ഈ 90 ഡിഗ്രിയിൽ വരും. ഓക്കെ, അപ്പോൾ ഈ ഡിഗ്രി അളവ് നമ്മൾ കമ്പയർ ചെയ്യണം. Then complete angle is 360 degree. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പഠിക്കേണ്ടത് ഇനി വരുന്നത് ഓക്കെ, ഇത് 90. Again this 90, 90, this 90, this right angle, this right angle, this is also right angle, this is also right angle. Then one right angle is 90 degree. Then these two makes one straight angle, that is 180. That is 180. Then ഇങ്ങോട്ട് ഇതുമ്പോൾ അടുത്ത ടേൺ വരും അല്ലേ. അപ്പം 90 plus 90 plus 90. ഓക്കെ, അതിനുശേഷം ദെൻ ഇങ്ങനെ കംപ്ലീറ്റ് വരുമ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ 90. 4 into 90, that is 360. Total complete complete angle is 360. Complete angle is 360. Okay, then once again this is right angle. This right angle plus this right angle make one straight angle. Then
ഇത് another right angle, another right angle. ഇങ്ങനെ 4 right angle കൂടുമ്പോഴാണ് 1 complete rotation ആവുന്നത്. 1 complete rotation 360 degree ആയിരിക്കും. ഓക്കെ, അടുത്തത് മെഷറിംഗ് ആംഗിൾസ്. നമ്മൾ ആംഗിൾസ് പഠിച്ചല്ലോ, അതിൽ ദെൻ മെഷറിംഗ് ആംഗിൾസ്. ഓക്കെ, 1 complete revolution is divided into 360 equal parts. Each part is a degree. Protractor is used to measure this. Okay, നമ്മൾ കണ്ടു. Okay, this 1 complete rotation, ഇതിന് നമ്മൾ പേര് പറയും റെവല്യൂഷൻ എന്ന് പറയും. അത് 360 ആയിരിക്കും. 360 ആയിരിക്കും. നമ്മൾ ഈ ആംഗിൾസിന്റെ ഒക്കെ മെഷർ, ഈ ആംഗിളൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ദിസ് ഈസ് പ്രൊട്രാക്ടർ. ഉണ്ടോ ഇൻസ്ട്രുമെന്റ്? നോക്കിക്കേ, ഇൻസ്ട്രുമെന്റ് ബോക്സിൽ പ്രൊട്രാക്ടർ. യെസ്, ആവണി ഉണ്ട്. ദെൻ പ്രൊട്രാക്ടർ. ഓക്കെ, നിങ്ങൾക്ക് പരിചയമില്ല ഈ സാധനം? Okay, then how can we use this protractor to measure degree? Okay, look here. Protractor inde ഇവിടെ നിന്നും ഇങ്ങോട്ട് 0 കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 0 to 180. ഇത് 180 ആണ്. സെമി സർക്കിൾ അല്ലേ, അതുകൊണ്ട് ഇത് 180 ആണ്. ഉണ്ടോ? 0 to 180, again 0 to 180. How can we measure this? ഇത് നമുക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്? നിങ്ങളുടെ ലൈൻ സെഗ്മെന്റിന്റെ ഈ സെൻട്രൽ പോയിന്റിൽ ഇവിടെ ഒരു വര കാണുന്നില്ലേ? ആ വര കാണുന്നത് നിങ്ങളുടെ ലൈൻ സെഗ്മെന്റ് ഈ കോർണറിന്റെ ഈ ഇപ്പം മിസ് മൗസ് കൊണ്ട് കാണിച്ചു തന്നില്ലേ, അവിടെ വെക്കണം. ഏത്? ദിസ് പോയിന്റ്. ഓക്കെ, ഈ നടുക്ക് കാണുന്ന വര കൊണ്ടോ ആംഗിളിന്റെ ഈ ഇവിടെ വെക്കണം. അതിനുശേഷം ഈ ലൈൻ ഇങ്ങോട്ട് പോകുന്നില്ലേ, ഇവിടെ മിസ് തിരിച്ചു പിടിക്കുന്നുണ്ടാണ് അങ്ങനെ വരുന്നത്. ഈ ലൈൻ ഇങ്ങോട്ട് പോകുന്നില്ലേ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഈ ലൈൻ ആ ലൈനുമായിട്ട് ഒന്നായിട്ടിരിക്കണം, യോജിച്ചിരിക്കണം. 0 അല്ലെങ്കിൽ ഈ പോയിന്റ് ഈ മാർക്കിന്റെ അടുത്ത് വരണം. അതിനുശേഷം ഇതിങ്ങനെ വെക്കുക. ഓക്കെ, ലൈനിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈൻസ് പോകുന്നുണ്ടല്ലോ, ആ ലൈൻസ് നിങ്ങളുടെ ലൈനിന്റെ മായിട്ട് താരതമ്യം ചെയ്ത് വരും, ഒരുപോലെ വരും. അപ്പോൾ അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന താഴെ കാണുന്ന ഡിഗ്രിയാണ് അളക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ബുക്ക് എടുത്തൊന്ന് അളന്ന് നോക്കിക്കേ, കിട്ടുന്നുണ്ടോന്ന്. ബുക്ക് എടുത്തൊന്ന് അളന്ന് നോക്കിക്കേ. പറ്റുന്ന ഉള്ളവരൊന്ന് അളന്ന് നോക്കുക, ഇല്ലാത്തവര് ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിയ ശേഷം ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം മിസ്സിനോട്. മിസ് ഇതെങ്ങനെയാ? അപ്പൊ നമ്മൾ ആദ്യം എന്താ വരയ്ക്കണ്ടേ ചെയ്യുന്നതിന് മുമ്പ്? മിസ് പറഞ്ഞുതരാം. ഓക്കെ, ആരാണ് ചോദിച്ചത് മിസ്സിനോട്? ആദ്യം നമ്മള് ഒരു ട്രയാങ്കിൾ വരയ്ക്കേ, ഒരു അക്യൂട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ദാറ്റ് ഈസ് ലെസ് ദാൻ 90 വരുന്നേ ഒരു കോണ് ട്രയാങ്കിള്. ഒരു കോണ് വരയ്ക്കുക, അല്ലെങ്കിൽ എന്ത് വേണേലും വരയ്ക്കുക, ഏത് ചിത്രം വേണേലും നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇതുണ്ടോ പേജ് നമ്പർ 95, പേജ് നമ്പർ 95, പേജ് നമ്പർ 95 ഉണ്ട്. മിസ് അതൊക്കെ അളന്ന് നോക്കി ഇട്ടുണ്ട്. 95 എത്രാമത്തെ ക്വസ്റ്റ്യൻ? 95 2 സ്റ്റാർട്ടിങ്. അത് ക്ലാസിഫൈ ഈച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആംഗിൾസ് ആസ് റൈറ്റ്, സ്ട്രെയിറ്റ്, അക്യൂട്ട്, ഒബ്റ്റ്യൂസ് ആൻഡ് റിഫ്ലെക്സ്. റിഫ്ലെക്സ് മീൻസ് മിസ് പറഞ്ഞു തന്നില്ല. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ആംഗിൾ 90 degree, straight angle 180 degree, then acute, obtuse, reflex. മിസ് നോട്ട് തരാം, സെൻഡ് ചെയ്ത് തരാം, അന്നേരം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
മിസ് ഏജ് പേജാ പറഞ്ഞത്? പേജ് നമ്പർ 95. പേജ് നമ്പർ 95. Otherwise, there is question for 97. Page number 97 also. ഏത് വേണേലും നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ഓക്കെ, 97 ഓൾസോ. Page number 97 also. Okay, do it as homework. Homework ആയിട്ട് ചെയ്തോളാം. ഇനി ചെറിയൊരു പോർഷൻ ഉള്ളത് പെർപെൻഡിക്കുലാർ ലൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പെർപെൻഡിക്കുലാർ ലൈൻ ആണ്. പെർപെൻഡിക്കുലാർ ലൈനിൽ ഇപ്പോൾ ഒരു ലൈന് ഇങ്ങനെ കൃത്യമായിട്ട് വരുവാണ്. ഇത് പെർപെൻഡിക്കുലർ, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ടി എടുത്ത് നോക്കുക. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ടി എടുത്ത് നോക്കിയാൽ അത് പെർപെൻഡിക്കുലർ ആണ്, ലൈന് തുല്യമാണ്. അതായത് ഒരു ലൈൻ സെഗ്മെന്റ് വരെ വേറെ ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലാർ ലൈൻ. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലാർ. അയ്യോ അങ്ങനത്തെ വാ, കേൾക്കുന്നില്ല മോളെ? നാളെ നോക്കിക്കേ, കിട്ടുന്നുണ്ടോ നോക്കട്ടെ. മിസ്, എന്നിട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ട ആ രണ്ടാമത്തെ വരിയിൽ വരുന്നതല്ലേ? നിങ്ങളുടെ പ്രൊട്രാക്ടറിന്റെ ബേസ്, മിസ് തിരിച്ചുപിടി, ഈ നടുക്ക് വരുന്ന പോയിന്റ് അതിന്റെ ഒരു മൂലയ്ക്കും ഈ ലൈന് അതിന്റെ അടിയിലെ ബേസ് ലൈനുമായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ ആ കോണിന്റെ ബേസ് വരുന്നത്. അതിനുശേഷം ഈ റേസ് വരുന്നുണ്ടല്ലോ, ഈ റേസ് വരുന്നതിൽ താഴത്തെ റേ, ഈ റേ എവിടെ പോയിട്ട് അല്ലെങ്കിൽ ഈ ലൈൻ എവിടെ പോയിട്ട് മുട്ടുന്നേ ആ ആംഗിൾ നമ്മൾ എടുക്കണം. മിസ്, ഇവര് വരച്ച പോലെ അതിന്റെ ഉള്ളിൽ റൗണ്ട് പോലെ വരയ്ക്കണോ? ക്ലിയർ അല്ല മോളെ? മിസ്, ഇവര് വരച്ചിട്ടില്ല ഒരു റൗണ്ട് പോലെ അതിന്റെ ഉള്ളില്, അത് വരയ്ക്കണ്ടേ? വിച്ച് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞേ. 95 ബി ആ വരയ്ക്കുന്നത്. 95 ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ഈച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. അതില് ബി. ബി നോക്കിക്കേ എത്രയാന്ന്. പിന്നെ അത് എത്ര അളവ് കിട്ടി മോൾക്ക്? എനിക്ക് 120. 160. 20. ഓക്കെ, എന്നാ സി എന്നാളെ നോക്കിക്കേ. ഓക്കെ, ഞാൻ only 7 ചോദിച്ചു minutes left. Okay, only 7 minutes left. ഷിസ, എന്ത് പറ്റി ആലോചിച്ചിരിക്കുന്നത്? ഷിസ ഫാത്തിമ, ലക്ഷ്മിപ്രിയ, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലേ മോളെ? ഇല്ലേ? ദെൻ യൂസ് ഇറ്റ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച് പഠിച്ചോ? ചെയ്ത് നോക്കാം. നല്ല മിസ്സിന് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടെന്ന് അറിയുന്നത്. നോക്കിക്കേ. മുഹമ്മദ് ഉറുവൈസ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ല? ഓക്കെ, ഒരെണ്ണം സംഘടിപ്പിക്കണം കേട്ടോ, ഇനി നമുക്ക് ആവശ്യം വരും.
മിസ് നമ്മൾ ഈ ടെസ്റ്റിലുള്ള അതേ സംഭവം മാറ്റി വരയ്ക്കുമ്പോൾ അളവ് മാറിപ്പോകില്ലേ? മനസ്സിലായില്ലേ മോളെ? ടെസ്റ്റിലുള്ള അതേ സംഭവം നമ്മൾ വരയ്ക്കുമ്പോൾ അതിന്റെ അളവ് മാറൂലേ? ടെസ്റ്റിലുള്ളതും ഇതും. അതിന് നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് അത് വരയ്ക്കാൻ പറ്റത്തില്ല, അല്ലെ? വരയ്ക്കുന്നതിന് രീതിയുണ്ട് കേട്ടോ. അത് നമുക്ക് വരയ്ക്കാം, സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. അതിന് നമ്മളുടെ കോമ്പസ് ഉപയോഗിക്കണം. ഓക്കെ, കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കണം. നിങ്ങൾ മക്കൾ തൽക്കാലം പിന്നെ ഞാൻ എന്താ പറയണ്ടേ, അത് കോമ്പസ് ഉപയോഗിച്ചാണ് വരയ്ക്കാൻ പഠിക്കേണ്ടത്. അതായത് കോമ്പസില് അവര് തന്നിരിക്കുന്ന അളവ് നമ്മൾ സ്കെയിലിൽ അളന്നെടുത്തിട്ട് വരയ്ക്കണം. അപ്പൊ നമ്മുടെ ക്ലാസ്സിലായിരുന്നേ മിസ് അതെല്ലാം കാണിച്ചു തരാമായിരുന്നു. ഇതിപ്പോൾ എന്താണ്, നിങ്ങൾ ഏകദേശം ഒരു അക്യൂട്ട്, അതായത് 90 ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി, പിന്നെ 180 ഡിഗ്രി അങ്ങനെ വരച്ചാൽ മതി കേട്ടോ. then perpendicular line, okay. ഷീസയ്ക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ല അല്ലേ? ഹന്ന റോസ്, ഹന്ന, ഓക്കെ. അവളുടെ മുഖം കാണുന്നില്ല, മിസ്സിന്റെ ടെക്സ്റ്റ് ബുക്കേ കാണുന്നുള്ളൂ. ഓക്കെ, ഇനിയും നോട്ട് അയച്ചു തരാത്തവർ മിസ്സിന് എത്രയും പെട്ടെന്ന് നോട്ട് അയച്ചു തരിക.